സ്ലീപ്പർ ബിൽഡാണല്ലേ? അങ്ങനെയും പറയാം. എന്നാ എനിക്ക് കുറച്ചും കൂടെ ലോവറൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ഫുള്ള് ഇന്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഇന്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കെന്തോ ആ ഒരു ബേസ് കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ കുറച്ചും കൂടെ ക്ലീൻ സ്പെക്കാണ് ഉദ്ദേശിക്കുന്നത്. എത്ര അലോയ് സൈസ് എത്ര വരുന്നത്? റേസിൻ്റെ ലൈക്ക് മോഡൽ C28 എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം വളരെ രസമുണ്ട്. പിന്നെ എൻജിൻ കവർ ഒന്നും വരുന്നില്ല? എൻജിൻ കവർ ഈ ഒരു മോഡലിൽ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റ മുതലൊക്കെയാണ് എൻജിൻ കവർ വരുന്നത്. ഓ ശരി ശരി. ഇതിപ്പോൾ ഏത് ഇയർ ആണ്? ഇത് 2012. ഓക്കെ, അതെ. ഇനി അവിടെ ലൈക്ക് ടൈപ്പ് 3 3rd ജനറേഷൻ. ആ ഓക്കെ. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ്സ് ഒക്കെ ചെയ്ത് ഗ്രില്ല് ബ്ലാക്ക് ഔട്ട് ചെയ്ത്. ആ സംഭവം രസമുണ്ട്. ആ ഫുഡ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിലേക്ക് അന്നേരം എൻജിൻ കപ്പാസിറ്റി എത്ര? ഇതിൻ്റെ വരുന്നത് 2.5 ലിറ്ററാണ്. 2.5. പിന്നീടല്ലേ 2.48 ഒക്കെ വേണം. ക്രിസ്റ്റയുടെ ഈ ഒരു ജനറേഷൻ തൊട്ടാണ് 2.4. ഓ ശരി ശരി. ഓക്കെ, ബാക്ക് സീറ്റ് എൻജിൻ കട്ട്.
ലൈക്ക് ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തേ. ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തു. ആ അത് സംഭവം കൊള്ളാം. ബേസ് കളർ ആയിരുന്നു, ഫുള്ള് ഞങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഓ ശരി ശരി ശരി. സീറ്റ്സും ബ്ലാക്ക് ആക്കി അല്ലേ? ഈവൻ ഇതുപോലും പ്ലാറ്റ്ഫോം പോലും ബ്ലാക്ക്. ആ സ്ലീപ്പർ ബിൽഡ് ആണല്ലേ? അങ്ങനെയും പറയാം. എന്നാ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ലോവർ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ഫാമിലി യൂസും കൂടെ ആയതുകൊണ്ട് വേണ്ടാന്ന് വെച്ചില്ലേ? ഓക്കെ ഡ്രൈവോ. ഗേറ്റ് അടയ്ക്കണ്ടായിരുന്നു. അപ്പം എന്താണ് ഞാൻ വെളിയിലോട്ട് വരാം. റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ പോടാ? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഓക്കെ ഹായ്. ഞാൻ വീഡിയോ സ്റ്റാറ്റസിലൊന്നും ഞാൻ ഫസ്റ്റ് 84,000 ഓർഡർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 8 lakh ആയിരിക്കും. ആണോ? യൂഷ്വലി ഇന്നോവാസ് ആ ഒരു നോർമലി ഈ ഒരു മോഡൽ ടൈപ്പ് ഇന്നോവാസ് എല്ലാം 1 lakh പോയായിരിക്കും. അതല്ലേ 8 lakh എന്നുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഓ 8 lakh കൂടി വണ്ടിയാണ്. പിന്നീട് ഞാൻ ഒന്നുകൂടെ ക്ലോസ് ആക്കിയപ്പോഴാണ് 84,000 ഭയങ്കര വളരെ റയർ ആയിട്ടാണ് ഈ വണ്ടി അങ്ങനെ എടുത്തിരുന്നത്. ബട്ട് സ്റ്റിൽ പ്രിറ്റി റിഫൈൻഡ്. ഇത് ഫുള്ള് ഇന്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഇന്റീരിയർ ബ്ലാക്ക് ഔട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്കെന്തോ ആ ഒരു ബേസ് കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ കുറച്ചും കൂടെ ക്ലീൻ സ്പെക് ആണ് ഉദ്ദേശിക്കുന്നത്. ഡുവൽ ടോൺ ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തോ പോലെ. അതുകൊണ്ടാണ് പല പെർസ്പെക്റ്റീവും. ഹോൺ എനിക്കൊന്ന് മാറ്റായിരുന്നു. ഞാൻ മാറ്റണമെന്ന് വിചാരിച്ച ഇത് സ്റ്റോക്ക് അല്ല, ഇത് വേറെ സാധനമാണ്. രണ്ടാമത് സ്വിച്ച് ആണോ? അതെ അതെ, ഇതിന്റെ സ്റ്റോക്കും ഇതാണ് ടിപ്പിക്കൽ. പക്ഷെ ഇത് കേട്ട് കേട്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ. അതെ അതെ. മറ്റേതെന്ന് പറഞ്ഞാൽ മറ്റേതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത ടൈമില് വെച്ചിരുന്നതാ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡിലൊക്കെ അത്യാവശ്യം ഫോട്ടോക്കാരായാലും അതിനൊക്കെ ഇത് മേടിച്ചു വെച്ചതാ. ക്ലസ്റ്ററും ബ്ലാക്ക് അല്ലായിരുന്നോ? ക്ലസ്റ്റർ അത് ഇറങ്ങിയപ്പോ തന്നെ ബ്ലാക്ക് ആയിരുന്നു. അതിനകത്തൊന്നും ചെയ്തു. വേറെ എന്തൊക്കെയാ അപ്ഗ്രേഡ്സ് എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? ഇതിനകത്ത് അലോയ്സ് ഇട്ടു, ഹെഡ്ലൈറ്റ്സ്, ടെയിൽ ലാംപ്സ്, പിന്നെ ഇന്റീരിയർ. അതിപ്പോ നിലവിൽ ചെയ്തിട്ടുള്ളത് ഇത്രയൊക്കെയാണ്. പിന്നെ പറയുന്ന പോലെ സെറാമിക് ചെയ്തിട്ടുണ്ട്. ഫെയിൻ ലാബ് എന്ന് പറയുന്ന US ബ്രാൻഡിന്റെ 5 yearsന്റെ വാറണ്ടി ഉള്ള. അതെ അതെ. ഇതിനകത്ത് കുറച്ചും കൂടെ അപ്ഗ്രേഡ്സ് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ടോട്ടലി എന്റെ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അന്നേരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞ ഒരു സ്റ്റേജ് 1+. അതെ. പിന്നെ ചെറുതായിട്ടൊന്ന്
റിവാമ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വണ്ടി ഒന്ന് ലോവറൊക്കെ സ്പ്രിങ്സ് മാറ്റാം, സ്പ്രിങ്സ് മാത്രമായിട്ട് മാറ്റാനുണ്ട്, കോയിൽ ഓവർ ഫുള്ളി ഇത് ചെയ്യാനാണ്. ഓക്കെ. വണ്ടി കംഫോർട്ടബിൾ ആണ്, ലൈക്ക് ഓൾ ഇന്നോവാസ്. ലോങ് ഒക്കെ പോകാറുണ്ടോ? ഒരുപാട് അത്യാവശ്യം നല്ല ലോങ് പോകാറുണ്ട്. പിന്നെ ഇതിങ്ങനെ കൊണ്ട് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ലെങ്ത് അത്രയും ഉണ്ടായോണ്ട്. ഈ റൂട്ട് ഇപ്പൊ എവിടെ ചെല്ലും? ഇത് കടക്കൽ റൂട്ടാ. നല്ല റോഡ്. അതെ, ഈയിടെയായിട്ടാ ടാർ ചെയ്തതാണോ? അതെ. ഓക്കെ. ഇപ്പൊ അന്നേരം ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ്, എഞ്ചിൻ കപ്പാസിറ്റി എനിക്ക് 2.5. അതെ, 2.5 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ. ഇല്ല, ടർബോ അല്ല. ടർബോ ആണ്, ഇൻലൈൻ ആണ് വരുന്നത്. ഓക്കെ, ഇൻലൈൻ എഞ്ചിൻ. അതെ അതെ. എന്റെ പവർ ഫിഗേഴ്സ് വരുമ്പോഴത്തേക്കും ഈ 2.5 ശരിക്കും പറഞ്ഞ അണ്ടർ പവർഡാ. ജസ്റ്റ് 100 bhp സ്റ്റോക്ക് വരുന്നത്. പക്ഷേ ടോപ്പ് ഫിഗേഴ്സ് കാണാം, 200 Nm ടോർക്ക് വരുന്നുണ്ട്. ഇപ്പൊ അന്നേരം ട്യൂണിങ് പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഈ 100 bhp എത്രയൊക്കെ കയറുമായിരിക്കും? എനിക്ക് തോന്നുന്നത് ഒരു അറൗണ്ട് ഒരു സ്റ്റേജ് 1+ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 20 to 30 bhp ഓളം ഗെയിൻ വരാം. ഓക്കെ. അന്നേരം ഉടനെ പ്ലാൻ ഉണ്ടോ? ഉടനെ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും എന്റെ കയ്യിലൊന്നും ഒതുക്കി കിട്ടണം. എന്നെക്കാളും കൂടുതൽ കൊണ്ടു നടക്കുന്നത് അപ്പര. ഓ ശരി ശരി. മോഡിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനാണ് തൊട്ടാൽ. ഇപ്പം ലൈക്ക് ഇപ്പം എന്ത് വർത്ത് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഈ ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതിനും ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം നമ്മൾ ഈ ഡാഷ്ബോർഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 80,000 ആയി. സീറ്റ്സ് എല്ലാം കൂടെ 65,000. ഓക്കെ. റൂഫ് ലൈനർ, റൂഫ് 20 ആയി. പിന്നെ ഇതെല്ലാം അത്യാവശ്യം നല്ല നീറ്റ് രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ. ടൈപ്പ് 1. പിന്നെ അലോയ്സ് ചെയ്തല്ലേ? അലോയ്സ് എത്ര? അലോയ്സ് അറൗണ്ട് ഒരു 50. 17 ഇഞ്ച് 50. ടയേഴ്സ് വരുന്നത് യോക്കോഹാമയുടെ എർത്ത് 1. ഓക്കെ. പിന്നെ ഹെഡ്ലൈറ്റ്സ്, ടെയിൽ ലൈറ്റ്സ്. അതെനിക്കൊന്ന് 19 ഒക്കെ 25 ഒക്കെ ആവില്ലേ? ഹെഡ്ലൈറ്റ്സ് വരുമ്പോഴത്തേക്കും വന്ന് എനിക്ക് തോന്നുന്നു 22 ഇത്രയും കണ്ടേ ആവുള്ളൂ. ടെയിൽ ലൈറ്റ്സ് വരുമ്പോഴത്തേക്കും ഒരു 12,500. അത്ര ഉള്ളല്ലേ? അത്ര. ഞാൻ സ്വിഫ്റ്റിന്റെ ഇതേപോലെ തിരക്കിയപ്പം അറൗണ്ട് 25 അടുപ്പിച്ചു. എവിടെന്നാ സോഴ്സ് ചെയ്ത്? അത് നമ്മുടെ ഇവിടൊക്കെ തന്നെ ഉള്ളത്, കൊട്ടാരക്കര ആ ഒരു ഏരിയയിലുള്ളതാണ് ഹെഡ്ലൈറ്റ്സ്. കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ PPF അല്ലല്ല, സെറാമിക്. സെറാമിക് ചെയ്തതിന് 55. ലൈക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് തോന്നിയിട്ടുണ്ടോ കമ്പയർഡ് ടു നോർമലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സെറാമിക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെനിഫിറ്റ് വരുമല്ലോ, ഹൈഡ്രോഫോബിക് എഫക്ട്. അതെ. പിന്നെ വണ്ടി അത്യാവശ്യം ഈ ഒരു പെയിന്റ് ജോബും കൂടെ ആയതുകൊണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ എടുത്തപ്പോഴുള്ള സ്റ്റോക്ക് പെയിന്റ്. ഓ ശരി ശരി. ഇതിനകത്ത് ആ ഒരു സെറാമിക് ചെയ്തപ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല രസമാണ് വണ്ടി കാണാൻ. എനിക്ക് ഈ കളർ മാറ്റാനും തോന്നിയിട്ടില്ല. എന്തോ ഈ കളർ ഭയങ്കര റയറാ. ഗോൾഡൻ, സിൽക്കി ഗോൾഡ് എന്നാണ് പറയുന്നത്. നോർമലി ഇന്നോവാസ് എല്ലാരും പണിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക്, അതിൽ വേറൊരു കളർ ഫിഗേഴ്സിലോട്ട് പോകും. പക്ഷെ എനിക്കെന്തോ ഇതങ്ങോട്ട് ഇഷ്ടമായിട്ട് തോന്നിയില്ല. കുറെ ഇന്തോനേഷ്യ സ്പീക്ക് വണ്ടി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിരുന്ന്
അവര് ഭയങ്കര വൈറ്റ് ടയേഴ്സ് ഒക്കെ ഇട്ട് നൈസിന് ലോവറൊക്കെ അവര് നല്ല ലോവറൊക്കെ ചെയ്ത് നല്ല രസമാണ്. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ പുകക്കുഴലൊക്കെ വന്നിട്ട് പുകയൊക്കെ പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. അത് വേറെ ഉണ്ട്. അതല്ലാതെ പക്ഷെ കൊറേ നല്ല നീറ്റായിട്ട് പണിഞ്ഞവരുണ്ട്. പിന്നെ ക്രിസ്റ്റേ ഇഷ്ടം പോലെ ഇന്തോനേഷ്യ പണിതത്. ഇപ്പം ഹൈക്രോസിന്റെ ഇത് ഇറങ്ങുന്നുണ്ട് ഇന്തോനേഷ്യ സ്പെക്ക്. വേറെ വണ്ടി ഇത് പ്രൈമറി വണ്ടിയാണോ അതോ ബാക്കപ്പ് വെഹിക്കിൾസ് ആണോ? ഇത് പ്രൈമറി വണ്ടിയല്ല, വേറെ വണ്ടി ഉണ്ട്. ആണോ? ഓക്കെ. റൈറ്റ് ഓർ ലെഫ്റ്റ്? ലെഫ്റ്റ്. അങ്ങോട്ട് പോയാൽ എനിക്കൊന്ന് നിലമേലെത്തും അല്ലേ? വേറെ ഒരു കുഞ്ഞു വണ്ടിയുണ്ട്, ഒരു ഓൾട്ടോ. എന്തൊക്കെയാന്ന് പറഞ്ഞാല് അതൊരു ലോഡ് ഓൾട്ടോ. ഓൾട്ടോയിലേക്ക് കേട്ടണൊക്കെ കുത്തി കയറ്റുന്ന ഒരു സുഖം വേറെ വേണ്ടി. ഇപ്പം യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു മൈലേജ് ഫിഗേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? മൈലേജ് ഫിഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ഇത് അങ്ങനെ നോക്കി ഓടിക്കാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫോർച്യൂണറിന്റെ കേസ് അടിക്കുക പോവാ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആയിരുന്ന ടൈമിൽ കുറച്ചും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. വീൽസ് ഒക്കെ ടയർ അത്യാവശ്യം വിട്ടുണ്ട്. വിട്ട് കൊണ്ട് അത്യാവശ്യം ഇതുണ്ട്, ഡയമീറ്ററും കൂടുതലാണ്. ഓ ശരി ശരി ശരി. 15 പെട്ടെന്നൊരു 17 ചാടിയപ്പോഴത്തേക്കുള്ള ഇത്. പക്ഷെ എന്നാ അത്ര വലിയ ഡ്രോപ്പും ഇല്ല. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 11-12 അത്രയും കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഡീസൽ അല്ലേ, ഇറങ്ങത്തില്ലല്ലോ. ഡീസന്റ് മൈലേജ് ഉണ്ട്. അതെ, ഈവൻ പുഷ് ചെയ്താൽ പോലും മൈലേജ്. ഡീസലിന്റെ ഒരു ഗുണം അതാണ്. എത്ര നമ്മൾ പുഷ് ചെയ്താലും ആ ഒരു മൈലേജ്. ഇപ്പം എന്റെ സ്വിഫ്റ്റ് ഒക്കെ പെട്രോൾ വണ്ടി യൂസേഴ്സ് യൂസ് ചെയ്തിട്ട് പറയും ഇതിന് ഇത്രയും മൈലേജ് കിട്ടിയോ എന്നുള്ള ഇങ്ങനെ ചോദിക്കും. നമുക്ക് ലൈക്ക് അത് അതിശയില്ല, ഇത് നോർമലാണ്. ചവിട്ടിയാലും അത്രയുണ്ട്. ഒന്ന് പൊളിക്കണം തോന്നിയാൽ പോലും ഒരു റിഗ്രറ്റ് കിട്ടത്തില്ല. മറ്റേ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്യൂലിട്ടിങ്ങില്ല അല്ലേ, സാധനം ഡ്രോപ്പ് ആവും. ലെവൽ ഇങ്ങനെ താഴെ. ഈവൻ 2.5 100 bhp ഉള്ളെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചവിട്ടുമ്പോ വണ്ടി കേറും. ഓഡിയോ സിസ്റ്റം എന്തെങ്കിലും അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്തിട്ടില്ല? ഓഡിയോ സിസ്റ്റം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യമേ, പണിഞ്ഞ ടൈമിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. JBLന്റെ നല്ല സാധനം കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ആയി. ഇത് ജസ്റ്റ് മാറി, ഒരു ഇൻഫോർടൈൻമെന്റ് മാത്രം മാറി. അത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ക്യാമറ ഒക്കെ വരുന്നു. എനിക്കൊന്ന് ഇന്നോവയുടെയും ക്രിസ്റ്റയുടെയും യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആവശ്യമില്ലായിരിക്കും. ജസ്റ്റ് ഓഡിയോ സ്റ്റോക്ക് അല്ലേ, കണക്ട് ചെയ്ത് നോക്കാമല്ലോ. കണക്ട് ചെയ്യാം.